കുറച്ച് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് വരിക. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ വിഷുവിൻ്റെ പിറ്റേ ദിവസം വന്നു കേട്ടോ. അപ്പോൾ ആ ദിവസത്തെ വീഡിയോ ആണ് ഇത്. പിന്നെ വരണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിൽ അല്ലെങ്കിൽ സ്റ്റോറേജിൽ കുറേ വീഡിയോസ് പെൻഡിങ് ആയിട്ടിരിക്കുന്നുണ്ട്. നെറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ കാരണം കുറേ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി അതൊക്കെ എഡിറ്റ് ചെയ്ത് മെല്ലെ മെല്ലെ ശരിയാക്കിയിട്ട് വേണം പുതിയത് ഇനി എടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്സ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ നോൺ സ്റ്റിക്ക് പാൻ മാറ്റണം എന്ന്. അപ്പം ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിന് മുന്നേ പഴയ ഒരു റീൽസിൽ 2 മാസം മുന്നത്തെയാ തോന്നുന്നു, അതിൽ ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നോൺ സ്റ്റിക്ക് പാൻ ഇതായല്ലോ മാറ്റാറായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി മാറ്റി. ഇത് ഓൺലൈനായിട്ട് മേടിച്ചതാണ് കേട്ടോ, പ്രസ്റ്റീജിൻ്റെ 700 എത്ര ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ 800 ഉണ്ട് കേട്ടോ. പക്ഷേ അടിപൊളിയാണ്, നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കയ്യിൽ അങ്ങനത്തെ സെയിം സംഭവം ഇതുണ്ട്, അതായത് ചായ വയ്ക്കണ പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പിടുത്തം തന്നെ, ആ ബ്രൗൺ പിടുത്തം തന്നെ ഇതിനായപ്പോൾ എനിക്ക് നല്ല മാച്ചായിട്ട് തോന്നി. ഇനി മൂടിയില്ലടോ, അതെനിക്ക് വിഷമമായത്. മൂടിയുള്ള ടൈപ്പ് പാത്രം ഞാൻ കണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷേ അത് നന്നല്ല തോന്നിയിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ അങ്ങനെ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി അത് ഓർഡർ ചെയ്തിട്ട്, ഇപ്പോഴാണ് വന്നത് എന്ന് മാത്രം. അപ്പോൾ അതും കൂടി മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടി വന്നതാണ് കേട്ടോ. സത്യമാമ നീരവനെ രാവിലെ തന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് കൈനീട്ടം കൊടുത്തേക്കാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോണ സമയത്ത് ആദ്യം എല്ലാ വർഷവും ഇവിടെ എത്തിയതിന് ശേഷം എല്ലാ വർഷവും ആദ്യത്തെ കൈനീട്ടം എന്ന് പറയുന്നത് വിഷുവിന് മുന്നേ നമ്മൾ വീട്ടിലേക്ക് പോകുമല്ലോ. അപ്പോൾ പോണ സമയത്ത് രഞ്ജനേച്ചി ജയേട്ടനൊക്കെ കൂടി അവന് കൈനീട്ടം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ കൈനീട്ടം. അത് കഴിഞ്ഞ് വിഷുവിൻ്റെ ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൊടുക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്നും കിട്ടി. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. കുടുക്കയിലിടാന്ന് പറഞ്ഞു കേട്ടോ, ചിലവാക്കണില്ല, അതങ്ങനെ ഇടാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഈ പാത്രം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വെച്ചിട്ടാട്ടോ ഓടി വന്ന് വീഡിയോ എടുത്തത്. സ്റ്റോക്കായിട്ട് ലെങ്ത്തുള്ള വീഡിയോ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഈ ദിവസം തന്നെ അപ്ലോഡ് ചെയ്തതും. ശരിക്കും ഞാൻ അതിൻ്റെ പിറ്റേ ദിവസമാണ് വീഡിയോ എടുക്കാറ്. ഇത് എനിക്ക് എന്തോ കൊതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. സനേഷേട്ടൻ പറഞ്ഞത് ഇൻഡാലിയത്തിൻ്റെ മേടിച്ചാൽ മതി എന്നാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഓൺലൈനിൽ നോക്കിയിട്ട് ഇൻഡാലിയം കിട്ടാനില്ല. ചേട്ടൻ പറഞ്ഞു നീ കടകളിലേക്ക് പോകണതല്ല, അവിടെ നിന്ന് മേടിക്കാറുന്നില്ലേന്ന്. അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്തു. എന്നാൽ പിന്നെ അതിരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഓൺലൈനായിട്ടല്ല, കുറേ വ്ളോഗുകളിൽ കാണാനുണ്ട് ഇങ്ങനത്തെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ പാത്രങ്ങൾ ഒക്കെ. പെട്ടെന്ന് ചൂടാവുമോ കരിയോ എന്നൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ ഉപ്പുമാവാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്. ഇന്നലെ വന്നിട്ട് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയി. ഇന്നും ഇപ്പോൾ ഉപ്പുമാവാന്നേ. പിന്നെ നീരവ് കുറച്ചുകൂടി ബോധം വന്നു കഴിഞ്ഞാൽ പറയും അമ്മയ്ക്ക് ഇന്നും ഇതന്നെ വെക്കാറിയുള്ളൂ എന്ന് കേട്ടോ. ഇപ്പോൾ തൽക്കാലം അവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം.
നീരവിന്റെ പുതിയ ബ്രഷ് കാണിച്ചു തരത്തേക്ക. വീട്ടിലേക്ക് പോകുമ്പോഴേ ഞാൻ ഡ്രസ്സിന് മാച്ചായിട്ട് എന്തെങ്കിലും കമ്മലിടാമെന്ന് വിചാരിച്ചിട്ട് ഗോൾഡ് ഒക്കെ അഴിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ കമ്മൽ കേട്ടോ. അപ്പോൾ ഇത്ര നേരം കമ്മലിലാണ് നടന്നത്. നീരവിനെ കുളിപ്പിക്കണം. അതിൻ്റെയൊക്കെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം പോയിട്ട് കമ്മലൊക്കെ എടുത്തിട്ടു കേട്ടോ. പിന്നെ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം ഇനി ചായ കുടിക്കാം, ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചുമയുണ്ട്. അപ്പോൾ അവിടെ നടന്ന് ചുമക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് നേരം പുറത്തൊക്കെ നടക്കുന്നീന്ന്. അവന് ഭയങ്കര മടിയാണ്. രാവിലെ ഒന്നാമതേ എണീറ്റ് വന്നിട്ടിപ്പോൾ ഒരു സർഫ് അങ്ങനെ എന്തോ ഒരു ഗെയിമില്ലേ, ട്രെയിനിൻ്റെ മുകളിൽ കൂടി ഓടിയിട്ട് ഗോൾഡ് കോയിനൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ. അപ്പോൾ ആ ഗെയിം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ഗെയിം അതാണ്, അതും പിടിച്ചിട്ടാണ് ഇരിക്കണത്. പിന്നെ സനേഷാനല്ല, സോറി, ജിത്തു ചേട്ടൻ, കോലരിയിലത്തെ എൻ്റെ ചേട്ടൻ കേട്ടോ. ചേട്ടൻ ഒരു ഗെയിം പ്ലെയർ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലെയർ മീൻസ് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ കളിക്കണത്, ഒരു എന്താ പറയുക, ഫോണിൻ്റെ അത്രയും മൂന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടാവും. അത് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം വരണത്. അപ്പോൾ അത് പ്രമാണിച്ചിട്ട് ചേട്ടൻ വേഗം മേടിച്ച് കൊടുത്തതാണ് കേട്ടോ. ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ്. ഒരു ഡിജിറ്റൽ വീഡിയോ ഗെയിം എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ ചാർജില്ല, അതുകൊണ്ടാണ് അവൻ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക രാവിലെ എണീറ്റപ്പോൾ തൊട്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അക്ഷയയിലേക്ക് പോകണം. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എന്നും ഓട്ടാന്നേ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടം. അത് പറയാനും പറ്റില്ല, നടന്നതിന് ശേഷം പറയാം കേട്ടോ. അപ്പോൾ ഇന്നും അക്ഷയയിലേക്ക് ഒരു കാര്യത്തിൽ പോകണമായിരുന്നു. നീരവ് അതിൻ്റെ ഇടയിൽ എന്നോട് പറയുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട് ഉപ്പുമാവ് എന്നൊക്കെ. പക്ഷേ എൻ്റെ മൈൻഡ് മൊത്തം അതിലാണ്. അതുകൊണ്ട് കുട്ടി പറയണമെന്ന് ശ്രദ്ധിക്കാൻ പറ്റണില്ല. കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. അങ്ങനെ തന്നെ. പിന്നെ ഞാൻ വേഗം പാത്രം കഴുകാൻ വന്നു കേട്ടോ. അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. 10 മണിയാവാറായിട്ടുണ്ട്. 9 മണിക്ക് പോകണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അല്ല, എത്ര നേരത്തെ പോകണോ അത്ര പെട്ടെന്ന് വരാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ കാര്യമായിട്ട് ഞാൻ പെട്ടില്ല. പിന്നെ പോയ കാര്യം നടന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാ അവിടെ വെറുതെ നിന്നിട്ട്. അങ്ങനെ നാളേക്ക് ചിലപ്പോൾ ശരിയാവുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അക്ഷയയിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണ് നിൽക്കണത്. നീരവിന് ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. മറ്റേ സ്കൂളിലേക്ക് പോകുമ്പോൾ രാവിലെ എല്ലാ പരിപാടികളും തീർന്നു നടന്നതാണ്. ഇപ്പോൾ വെക്കേഷനായപ്പോൾ അവന് കുറച്ച് കളി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം മെല്ലെ മെല്ലെയാണ്. ഇപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പോകണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സമയം കൊണ്ട് വേഗം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ബെഡ് കുറേ ദിവസം ഒരേ ഇതിൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് പെയിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടും. പിന്നെ ഏതൊരു സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, 6 മാസം കൂടുമ്പോൾ നമ്മുടെ ബെഡ് ഉണ്ടല്ലോ മറിച്ചിടണമെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടണം നല്ലതാന്ന് അങ്ങനെ കേട്ടപ്പോൾ ഞാൻ പിന്നെ ഓൾറെഡി അങ്ങനെ ചെയ്യണത് തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ഇതിൽ തന്നെയാവും അവരും ഇത് ഇങ്ങനെ പറയണത്. നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം നല്ലത്. പ്രത്യേകിച്ച് എനിക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് കിടക്കാനും കൂടി ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് വലിയ കാര്യത്തിൽ വീഡിയോ ഒന്നും എടുത്തില്ല. പോയ കാര്യം നടന്നില്ലല്ലോ. അങ്ങനെ വിഷമത്തിൽ പട്ടിച്ചന്തയ്ക്ക് പോയ പോലെ കുറച്ച് ദൂരം നടന്നു. വെയിൽ അധികമായിട്ടില്ല, എന്നാലും ആ ചൂടത്തും കൂടെ തിരിച്ചു പോകുന്നു. എന്തൊരു ചൂടാലേ, സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ രാത്രിയൊക്കെ കൂളർ ഓൺ ചെയ്ത് ഐസും എല്ലാം ഇട്ടിട്ടാണ് കിടക്കുക. ആ ഐസ് അലിയണ നേരത്തെ ഒരു സമാധാനമുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ചൂട് തുടങ്ങും കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അൺസഹിക്കബിൾ എന്നൊക്കെ പറയും. എന്തൊരു ബുദ്ധിമുട്ടാണ്.
വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മായി കുറച്ച് കോവക്കായ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 50-50 ആക്കി. കുറച്ച് കോലടിയിൽ വെച്ചു, കുറച്ച് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നു കേട്ടോ. അച്ഛൻ പറഞ്ഞു അത് കൊണ്ടക്കോളാൻ. അപ്പം ഇന്ന് അവിടെ കോവക്കായ ഉപ്പേരി തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെയും കോവക്കായ ഉപ്പേരി. വാവും. അമ്മ വിളിച്ചിട്ടാണെന്ന് എന്താ കറി ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറയാമായിരുന്നു ഇവിടെ കോവക്കായ. അവിടെ അത് തന്നെയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹായ്. പിന്നെ ഓടി വന്നു കേട്ടോ നന്നാക്കാൻ വേണ്ടിയിട്ട്. നീരവും കത്തി എടുത്തിട്ട് വന്നിട്ടുണ്ടാണെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെക്കേഷനായിട്ട് കുട്ടീനെ ഇനി നല്ലോണം പണി പഠിപ്പിക്കണം എന്നാട്ടോ എൻ്റെ ആഗ്രഹം. കുറേ ബ്ലോഗിലൊക്കെ കാണാറുണ്ട് പിള്ളേരെ പണി പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും അത് ഗുണമാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്കൊക്കെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു പണി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിരവേ അങ്ങനെ ചെയ്യുമോ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞിരിക്കില്ല കുട്ടി. എന്തെങ്കിലുമൊക്കെ അറിയാം, അത്രേ ഉള്ളൂ എനിക്ക്. അങ്ങനെ വേണം കുട്ടികളായി കഴിഞ്ഞാൽ. ഒന്നും പഠിപ്പിക്കാണ്ട് ലാസ്റ്റ് എന്തെങ്കിലും ഒരു അവസ്ഥയിൽ അവർക്ക് അറിയാണ്ട് ടെൻഷൻ അടിക്കണേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റിയാലോ. അതൊക്കെയാണ് ഞാൻ വിചാരിക്കുക. ഞാനങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ അമ്മയൊക്കെ പണ്ടേ എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചതെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ എവിടെ പോയി കിടന്നാലും വീട്ടുപണി, അടുക്കള പണി ആ കാര്യത്തിലൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ അത് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ച് തന്നുകൊണ്ട് എനിക്കിപ്പോൾ ഭാവിയിൽ നന്നായി തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കറിയണ എത്രയോ പേര് ഒരു പണി അറിയാണ്ട് കല്യാണമൊക്കെ കഴിച്ച് ബുദ്ധിമുട്ടുന്നവരുണ്ടെന്ന് അറിയുമോ. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് അങ്ങനെ എൻ്റെ മോനാവരുത്, ആ അവസ്ഥയിലൊന്നും ആവരുത്. എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി ഒരു കഞ്ഞി ചമ്മന്തിയും വെച്ച് കുടിക്കാറുണ്ടെങ്കിൽ അത്ര നല്ലതല്ലേ. അപ്പം അത്യാവശ്യം പരിപാടികളൊക്കെ ഇപ്പോൾ അറിയാം. ചപ്പാത്തി വരത്തും, അതേപോലെ ഇപ്പോൾ ഇതാ കത്തിയൊക്കെ ഞാൻ കുറേ നാൾ മുന്നേ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കൈമുറിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ മോര് കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സബോള ഇതൊക്കെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ശരിയാക്കണത്. പിന്നെ അപ്പുറത്ത് കോവക്കായ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫോണിൽ ചാർജിലാന്നേ. ഈ ഫോണിലേ എപ്പോഴും ഇങ്ങനെ ചൂട് കാരണം ചാർജ് കയറണില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില സമയത്ത് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഐസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ, ഫോൺ കൂളാക്കിയിട്ടാണ് ഇത് ചാർജ് ചെയ്യണത് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ മറ്റേ ഫോണൊന്നും ഇത്ര ഞാൻ ബുദ്ധിമുട്ടിയിട്ടില്ല. എപ്പോഴും ഒരു 50%-70% നിൽക്കും. പിന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കും ചാർജർ, ഫോൺ കൂളാവണവരെ കേട്ടോ. അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. പിന്നെ സനേഷേട്ടൻ പറഞ്ഞ ഐഡിയാണ് ഇങ്ങനെ ഐസും കട്ടയൊക്കെ പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോൺ വയ്ക്കുന്നതൊക്കെ കേട്ടോ. ചോറായിട്ടുണ്ട്, വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് 2 മണിക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ. ഇന്ന് അധികം ലേറ്റാക്കിയില്ല. മോര് കാച്ചിയതും കോവക്കായുപ്പേരി അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ലോണം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനാണ്. നീരവന് വലിയ താല്പര്യമില്ല കേട്ടോ മോരൊന്നും. പക്ഷേ കുട്ടികൾക്ക് മോരൊക്കെ കൊടുക്കണം എന്നാണ് എല്ലാവരും പറയണത്. അപ്പം ഞാൻ നിർബന്ധിച്ചിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് അവന് കൈ കഴിച്ചു എന്ന് പറഞ്ഞു. ഭയങ്കര മടിയാണ് ചോറ് ഒറ്റയ്ക്ക് കഴിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു കൈ കഴിച്ചൊക്കെ എണീറ്റ് പൊക്കോ കഴിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനും സങ്കടം. ഞാൻ വാരി കൊടുക്കണം, അതിനാണ് ലാസ്റ്റ് വാരി കൊടുത്തു. അതെന്താ ഞാൻ നിർബന്ധം പിടിക്കണേന്ന് വെച്ചാലേ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഏത് കൈ കൊണ്ടാണ് കഴിക്കണേന്ന് മറന്നുപോയി ഇത്ര. അത് ഞാൻ വാരി കൊടുത്ത് ശീലിച്ചോണ്ടല്ലേ അവൻ അങ്ങനെ മറന്നത്. മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉരുട്ടി കഴിക്കാൻ പറയണം കേട്ടോ. പക്ഷെ അവൻ കഴിക്കില്ല. അവൻ പറഞ്ഞ വാശിയിൽ തന്നെ അവിടെ ഇരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം അവനോട് ഞാൻ കളർ ചെയ്യാൻ പറഞ്ഞു. കളർ ബുക്കൊക്കെ ഇരിക്കുന്നുണ്ട്, സ്കൂളിലത്തെയാണേ. അപ്പോൾ അതിന് 2 പേജും കൂടിയേ ഉള്ളൂ. ആ 2 പേജ് അവസാനിച്ച് കഴിഞ്ഞാൽ അത് കളയാലോ എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അത് 2 പേജും കളർ ചെയ്ത് തീർത്തിട്ട് ബുക്ക് കൊണ്ടുവന്നു തന്നു കേട്ടോ. ഞാൻ അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ബുക്കും കൂടിയിട്ടേ ആവശ്യമില്ലാത്തതൊക്കെ കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതാ വിചാരിച്ചേക്കണം കേട്ടോ. പിന്നെ കുറേ ബുക്കുകളിവിടെ ഇനിയും കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. മെല്ലെ അതൊക്കെ ചെയ്യട്ടെ. എപ്പോഴും ഗെയിമും കളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കളർ ചെയ്തിട്ട് കുറച്ച് നേരം ഞങ്ങളവിടെ പോയി കിടന്നു. പിന്നെ അവന് വിശക്കണു, ബിസ്ക്കറ്റ് തരുമോ എന്നൊക്കെ ചോദിക്കുകയാണേ. അവനെ വീണ്ടും ഇങ്ങനെ വിശക്കണു പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാങ്ങ ഇരിക്കുന്നുണ്ടല്ലോ ഫ്രിഡ്ജിലല്ല, അരിയുടെ ഡപ്പയിൽ തീരാറായിട്ടോ. അപ്പോൾ 2 എണ്ണം കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് 2 കളഞ്ഞു. ബാക്കി ഉണ്ടായിരുന്ന 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി 2 എണ്ണം ഉണ്ട്, നാളേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ആദ്യം വിചാരിച്ച ജ്യൂസ് അടിക്കാമെന്ന് കേട്ടോ. പക്ഷേ ജ്യൂസ് അവന് വലിയ താല്പര്യമില്ല. ഇത് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ അതിൻ്റെ തോട് കളഞ്ഞ് കഴിഞ്ഞാലാണ് കേട്ടോ കഴിക്കാൻ ഇഷ്ടം. അത് വേഗം തോടൊക്കെ കളഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ 4 എണ്ണം എടുക്കാമെന്ന്. അതാണ് കേട്ടോ കൂടുതൽ എടുത്തിട്ട് കട്ട് ചെയ്യണത്. ഇത് കട്ട് ചെയ്യാൻ കിട്ടണില്ല. എനിക്ക് പേടിച്ചിട്ട് കൈ മുറിയോ എന്നൊക്കെ പേടിയായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്തെടുത്തു.
ഞാൻ വന്ന് നോക്കുമ്പോൾ വീണ്ടും ഗെയിം കളിക്കുക തന്നെയാണ് കേട്ടോ. അതിൽ ഭയങ്കര അഡിക്ഷനായ പോലെ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാനത് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഫോൺ അങ്ങനെ ചാർജിങ് ഒന്നും ഇല്ല കേട്ടോ. ചാർജ് കഴിഞ്ഞാൽ അതങ്ങനെ ഇരിക്കും. അപ്പോൾ തീരണ വരെയുള്ള കളി തന്നെ ഉള്ളൂ കേട്ടോ. പഴയ ഫോണായതുകൊണ്ട് അധികം നിൽക്കൂല ചാർജ് അങ്ങനെ. അപ്പം കുറച്ച് നേരം ഞങ്ങൾ മാങ്ങയൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ട് ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ അവൻ പറഞ്ഞു അമ്മയും കൂടെ എൻ്റെ കൂടെ കളിക്കാൻ വരുമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പിന്നെ അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചിട്ട് ഞാൻ വീണ്ടും അവിടെ സൈഡ് ഒതുക്കിയിട്ട് പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഒരു 4 മണി 4:30 ആയി തോന്നുന്നു. എന്തെങ്കിലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടേ നീരവ് പറഞ്ഞ ബിസ്ക്കറ്റ് മതി ചായയുടെ കൂടെ എന്നാ. ഞാനാണെങ്കിൽ നേന്ത്രപ്പഴം മേടിച്ചിട്ട് അന്നൊരു ദിവസം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കായിരുന്നു. അത് കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. പഴംപൊരി ഉണ്ടാക്കിയാലോ എന്നോട്ടാ വിചാരിച്ചത്. അപ്പോൾ നെയ്യ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു നെയ്യും കൂട്ടിയിട്ടേ അതിങ്ങനെ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതല്ലേ. കുറച്ച് നോക്കിട്ടോ, കുറച്ച്. ഞാനവിടെ അടിച്ചു വാരി കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നീരവിനോട് ചോദിച്ചു ഞാൻ പിഴിഞ്ഞ് തരികയാണെങ്കിൽ നീ തുടയ്ക്കുമോ, എന്നാൽ പിന്നെ ഞാൻ വേഗം അടിച്ചു വാരി തീർക്കാമെന്ന്. അപ്പം അങ്ങനെ അവൻ നേരെ പോയിട്ട് ടാപ്പ് തുറന്നിട്ടതാണ് കേട്ടോ. അവന് മറ്റേ ലിക്വിഡൊക്കെ ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട്. ലിക്വിഡിൽ എന്താ പറയുക, ആ സ്മെല്ലുള്ള സംഭവമില്ലേ, ലൈസോളൊക്കെ പോലത്തെ അത് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. കുറച്ച് എടുക്കാറുള്ളൂ ബിസ്ക്കറ്റ്. പക്ഷേ അവൻ കൂടുതൽ ഒഴിച്ചു. അവൻ എന്നെ ഒഴിക്കാറ് കേട്ടോ. പക്ഷെ ഇന്നെന്തോ വീഡിയോ എടുക്കണ പത്രാസിലായതുകൊണ്ട് കുറച്ച് കൂടുതൽ വീണ് പോയിട്ടോ. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ നല്ല ചീത്ത പറഞ്ഞു കേട്ടോ. പിന്നെ അവൻ്റെ മൈൻഡിൽ ഇപ്പോൾ തുടയ്ക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ വേഗം ഇവിടേക്ക് അടിച്ചുവാരി എടുത്തു. സത്യം പറയാലോ, എൻ്റെ അടിച്ചുവാരൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ മാസത്തിൽ അടിച്ചു വരാറുള്ളൂ എന്ന്. പക്ഷേ ഇത് ഡെയിലി ഉണ്ടാവണ കറക്റ്റാണ് കേട്ടോ. വരുന്നിട്ട് ഇങ്ങനെ പേപ്പർ കീറിയിട്ട് അത് ഇതെന്ന് പറഞ്ഞ് ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ അത് കുറേ ഉണ്ടാവും. പിന്നെ വേഗം കുട്ടി എല്ലായിടത്തും തുടച്ചു തന്നു കേട്ടോ. 10-15 മിനിറ്റ് വേണം എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ ഇവിടേക്ക് അടിച്ചു വാരി തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റോടെ എൻ്റെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ നീരവ് തുടയ്ക്കാനുണ്ടല്ലോ, അവൻ തുടച്ചെടുക്കുന്നുണ്ട്, ഞാൻ അടിച്ചു വരണുണ്ട്. ടി വിയുടെ ചുറ്റും മാറാലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞു. പിന്നെ ഇവിടെ ടേബിള് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒതുക്കി വയ്ക്കും എന്നൊക്കെ പറയും. പക്ഷേ ഒതുക്കുമ്പോൾ പകുതി സാധനങ്ങളും ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ കൂട്ടി വയ്ക്കും കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് ഒഴിവാക്കുമായിരുന്നു. ഈ സ്കെച്ച് പെന്ന്, ക്രയോൺസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കളറില്ലാത്തത് കളറുള്ളത് എല്ലാം അങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടോ. ഒക്കെ ഞാൻ കാണാത്ത പോലെ ആ മറയുടെ ഉള്ളിൽ വെക്കും കേട്ടോ. ദിവാങ്കോട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഈ ഒരു പൊസിഷനിലല്ല കിടക്കണത്. ഇതൊക്കെ ഒന്നും ബ്ലാങ്കറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് ദിവസം ഇടാന്ന് കേട്ടോ. അങ്ങനെ ഞാൻ ആ പൊസിഷനൊക്കെ മാറ്റി. ഈ കുഞ്ഞി കസാരയിലൊന്നും ഇപ്പോൾ വരിക്കില്ലാന്നേ, വെറുതെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടേക്കുക. ഞാൻ എന്നിട്ട് അതൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നീരവ വീഡിയോ എടുത്തായിരുന്നത്. അതിൻ്റെ ഇടയിൽ അവൻ്റെ കണ്ണ് മുഴുവൻ ഈ അടിച്ചു വരുന്ന സാധനങ്ങളിലാണ് കേട്ടോ. ഇതൊക്കെ പറക്കിക്കൊണ്ട് പോകണം. വീഡിയോ എടുക്കണമുണ്ട്, എന്തപ്പം ചെയ്യാമെന്നാണ് അവ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെടും, ഇനിയും അതിൻ്റെ അടിയിൽ സാധനങ്ങളുണ്ടാവും മേശയുടെ അടിയിലേ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാൻ അടിച്ചു വാരി ഇങ്ങനെ കൂട്ടിത്തരാം, അതിൽ നിന്ന് നീ പറക്കിക്കൊണ്ടുപോയാൽ മതി. അയ്യോ എൻ്റെ ബോൾ, അയ്യോ എൻ്റെ സ്പൈഡർമാൻ്റെ മാസ്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഏത് വഴിക്ക് ഇതൊക്കെ വരണേന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അടിച്ചു വാരി കഴിഞ്ഞാൽ മേശയുടെ അടിയിൽ നിന്നും ഇങ്ങനെ ഓരോന്നൊക്കെ കിട്ടും. വെക്കേഷനൊക്കെ അല്ലേ, പിന്നെ കുട്ടീനെ അങ്ങനെ ചീത്ത പറയാനും പറ്റില്ലല്ലോ. കുട്ടിക്ക് പുറത്ത് പോയി കളിക്കാനും അങ്ങനെ രക്ഷയില്ല. നിച്ചു ഇല്ലാന്നേ. നിച്ചുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ, ഉമ്മയുടെ വീട്ടിലേക്ക് പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ നിച്ചുവിൻ്റെ ഉമ്മയ്ക്ക് ഈ വിശേഷം ഉണ്ട് കേട്ടോ. 4 മാസം എന്തോ ആയി തോന്നുന്നു, 3 4 എന്തോ ആയിട്ടുണ്ട്. അപ്പം ചേച്ചി റെസ്റ്റിന് വീട്ടിലേക്ക് പോയിക്കാം. അപ്പം ആരുമില്ല കളിക്കുകയെന്ന് പറയാം. ഞങ്ങൾ കോളേജിലായിരുന്ന ദിവസവും കണ്ണനും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരും വീട്ടിലേക്ക് പോയി. ആരും ഉണ്ടായിരുന്നില്ല കുട്ടിക്ക് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഇതേപോലെ അവനെ കൊണ്ട് ഞാനൊന്ന് അടിച്ചു വാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ മൊത്തം കരടാക്കിയപ്പോൾ അപ്പോഴും ചൂല് പിടിക്കാനൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അതേപോലെ ഇപ്പോൾ തുടയ്ക്കുമ്പോൾ മോപ്പ് പിടിക്കാനും വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് തുടയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടോ.
വൈകുന്നേരം ഇപ്പം എൻ്റെ ശരീരം ഒന്ന് അനങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് രണ്ടാളും കൂടെ ബോൾ എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഈ ബോൾ ലെയറൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ അടുത്താണ് കേട്ടോ ഈ ലെയർ നിറച്ചത്. അത് നിച്ചു തന്നെയാണ് നിറച്ചത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കളി. പിന്നെ പെട്ടെന്ന് തന്നെ വേഗം പോയി മേലൊക്കെ കഴുകിയൊരു 6:20 ആയിട്ടുണ്ട് കേട്ടോ. വേഗം വിളക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നീരവ് ഭയങ്കര സന്തോഷത്തിലാണ്. കുറച്ച് ദിവസമായി ഞങ്ങൾ വിളക്കൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാട്ടോ. അങ്ങനെ അവൻ്റെ നാമം ചൊല്ലൽ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ TV കണ്ടൊക്കെ ഇരുന്നു. പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. ഫോണിൽ ചാർജും കുറവായിരുന്നു. അങ്ങോട്ട് കയറിക്കോട്ടെ വിചാരിച്ചു സമാധാനമായിട്ട്. പിന്നെ അതായത് രാത്രിയിലത്തെയാണ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഉച്ചക്കലത്തെ തന്നെയായിരുന്നു കേട്ടോ രാത്രിയും. പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് ഐസാണ്, ഐസ് ക്യൂബുകളാണ് കേട്ടോ. അപ്പം എന്നോട് അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ധനലക്ഷ്മി എന്നാട്ടോ പേര്, അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡെവറയിൽ ചിരട്ട 2-3 വെക്കുക, പാത്രത്തിൽ കൊള്ളണ പോലെ മലർത്തി വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് കിടക്കണ സമയത്ത് ഇതുണ്ടല്ലോ ഐസ് ബാഗ് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാന്നാട്ടോ അവൾ പറയണത്. ഫാൻ്റെ ചുവട്ടിൽ രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നു ഈ കൂളറിൽ വെച്ച പോലെ തന്നെ ആയിരിക്കും. എന്തായാലും ചൂട് സഹിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യണം എന്ന് ഇങ്ങനെ വിചാരിക്കും. ചെയ്തിട്ടില്ല. ഫ്രീസറിൽ കയറ്റി വെക്കണ്ടേ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലൂടെ പാത്രങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്, ഇനി ഇതും കൂടെ വെക്കണ്ടേ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.